ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബൈക്കിംഗ് വിത്ത് യുജീൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ജർമ്മനിയിൽ നിന്ന് റൊമേനിയയിലേക്ക് പോകുന്ന ഒരു ട്രാവൽ വ്ളോഗ് സീരീസാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സീരീസിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡ്യുസൽഡോർഫ് എയർപോർട്ടിൽ നിന്നും റൊമേനിയയുടെ ക്യാപിറ്റലായ ബുക്കാറസ്റ്റ് എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു യാത്രയാണ് കാണിക്കുന്നത്. അവിടെ ചെന്ന് എൻ്റെ ഒരു ഹോട്ടൽ മുറി വരെ എത്തുന്ന ഭാഗമായിരിക്കും ഞാൻ ഇന്നത്തെ പാർട്ട് 1 വീഡിയോയിൽ ഇടുന്നത്. അപ്പോൾ പാർട്ട് 2 ആൻഡ് 3 ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ഞാൻ ബുക്കാറസ്റ്റിലുള്ള കുറേ അടിപൊളി സ്ഥലങ്ങൾ നിങ്ങളെ കാണിക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ബുക്കാറസ്റ്റിൽ പോകുന്ന മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വ്ളോഗ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഇനിയും ഈ എയർപോർട്ട് സ്റ്റേഷനിൽ നിന്നും മെയിൻ എയർപോർട്ട് ബിൽഡിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യമേ സ്കൈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം എടുക്കണം. അപ്പോൾ സ്കൈ ട്രെയിൻ ഒരു ഡ്രൈവർലെസ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് സസ്പെൻഡ് ട്രെയിൻ സിസ്റ്റമാണ്. അത് 2002 ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് വളരെ ഒരു രസകരമായ ഒരു യാത്രയാണ് അവിടുന്ന് നമ്മുടെ മെയിൻ എയർപോർട്ട് ബിൽഡിങ്ങിലേക്ക് പോകാൻ. ഇത് നമ്മൾ സാധാരണ ബസ്സിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുപോകുന്നതിനെക്കാട്ടും വളരെ സൗകര്യമാണ്. കാരണം ഇത് ആക്ച്വലി സസ്പെൻഡാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഷാഡോ കാണാം. നമ്മളിങ്ങനെ എയറിലൂടെ പോവുകയാണ്. വളരെ പെട്ടെന്നാണ്, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ടൈമിങ്സിൽ നമുക്ക് ഈ സ്കൈ ട്രെയിൻ എയർപോർട്ടിൽ നിന്ന് എടുക്കാൻ പറ്റും. വളരെ സൗകര്യമാണ്. വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ മെയിൻ എയർപോർട്ട് ബിൽഡിങ്ങിലേക്ക് ഈ സ്കൈ ട്രെയിൻ ഉപയോഗിച്ച് പോകാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ സെക്യൂരിറ്റി ചെക്കിനെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. വളരെ രസമാണ് ഈ എയർപോർട്ടിനകം കാണാൻ. ഞാൻ നാട്ടിലേക്ക് വരുമ്പോഴെല്ലാം ഡ്യുസൽഡോർഫ് എയർപോർട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കടകളെല്ലാം കണ്ടതിന് ശേഷം പ്ലെയിനിൽ ബോർഡ് ചെയ്തു. ഇനി നമ്മുടെ പ്ലെയിൻ ഇവിടുന്ന് നേരെ മ്യൂണിക് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 1.25 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു മ്യൂണിക് എയർപോർട്ടിലേക്ക് പോകാൻ. അങ്ങനെ നമ്മൾ മ്യൂണിക് എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ ഡ്യുസൽഡോർഫ് ആൻഡ് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടുകളിൽ പോയിട്ടുള്ളൂ. ഇവിടെ ആദ്യമായിട്ടാണ്. ഈ എയർപോർട്ടിൻ്റെ അകവും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ലേ ഓവറിന് അധികം സമയമില്ലായിരുന്നു. എനിക്ക് മ്യൂണിക് ഒന്ന് പോയി കാണുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്തെങ്കിലും നമ്മൾ ഫ്യൂച്ചറിൽ മ്യൂണിക്കിൽ വന്ന് വ്ളോഗൊക്കെ ചെയ്യുമായിരിക്കും. അങ്ങനെ എനിക്കൊരു പ്ലാനുണ്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഗേറ്റിൻ്റെ അടുത്തെത്തി. ബുക്കാറസ്റ്റിലേക്കുള്ള ആൾക്കാരുടെ തിരക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നീട് ഞാൻ ബോർഡ് ചെയ്തു പ്ലെയിനിൽ. നമ്മുടെ മ്യൂണിക്കിൽ നിന്ന് ബുക്കാറസ്റ്റിലേക്കുള്ള പ്ലെയിൻ യാത്ര മൊത്തത്തിൽ 2 മണിക്കൂറായിരുന്നു. അങ്ങനെ നമ്മൾ റൊമേനിയയിൽ ലാൻഡ് ചെയ്തു. ഇവിടുത്തെ എയർപോർട്ടും കാണാൻ രസമുണ്ടായിരുന്നു. ജർമ്മനിയിലുള്ള എയർപോർട്ടുകളിൽ അത്രയും വലിപ്പമില്ലെങ്കിലും കൊള്ളായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഡ്രാക്കുള റിലേറ്റഡ് കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. കാരണം റൊമേനിയ ഡ്രാക്കുളയുടെ നാടാണ്. ഡ്രാക്കുളയുടെ കാസിൽ ട്രാൻസിൽവേനിയ എന്നുള്ളൊരു സ്ഥലത്തുള്ള കാസിലിനെ ബേസ് ചെയ്താണ് ഉള്ളത്. ഇവിടെ നമുക്കങ്ങനെ വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം എനിക്കാകെ ഹാൻഡ് ലഗേജ് ആയിട്ട് ഒരു ബാഗേ ഉള്ളായിരുന്നു. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് പോകാൻ ഞാനൊരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. ഈ കാണുന്നതാണ് നമ്മുടെ അറേഞ്ച് ചെയ്ത വണ്ടി.
ഇതിലെ ഡ്രൈവർ നമ്മളെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇവിടെ നിന്ന് എന്ത് ഭക്ഷണം കഴിക്കണമെന്നും ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയുള്ളവരാണെന്നും ഇവിടെ എന്തൊക്കെ സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാനും എന്നെല്ലാം ഈ പുള്ളി പറഞ്ഞു തന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ടൊരു ഡ്രൈവറായിരുന്നു ഇദ്ദേഹം. ബുക്കാറസ്റ്റിൽ തന്നെ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ അയാൾ കാരണം എനിക്ക് കുറച്ച് ഇൻഫർമേഷനും കിട്ടി നമ്മുടെ ബുക്കാറസ്റ്റിനെ കുറിച്ച്. എയർപോർട്ടിൽ നിന്ന് പിന്നെ ഒരു അരമണിക്കൂർ ഡ്രൈവായിരുന്നു നമ്മുടെ ഹോട്ടൽ മുറിയിലേക്ക്. അങ്ങനെ അദ്ദേഹം നമ്മളെ സിറ്റി സെൻറ്ററിലാണ് ഡ്രോപ്പ് ചെയ്തത്. നിങ്ങൾക്കിവിടെ കാണുന്ന ഈ സ്ട്രീറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ക്രോസ് ചെയ്ത് ചെല്ലുന്ന സൈഡിലാണ് നമ്മുടെ ഹോട്ടൽ റൂം വരുന്നത്. ഞാനിവിടെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് ഫെലിറ്റി ബൊട്ടീക്ക് ഹോട്ടലാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതാണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ 4ാമത്തെ നിലയിലാണ് എൻ്റെ റൂം വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഹോട്ടൽ റൂമിൻ്റെ അകത്ത് കയറി നമുക്ക് റൂമിൻ്റെ കീ കിട്ടി. ഞാൻ ഓൾറെഡി പോയി ഡോറ് തുറന്ന് അകത്തൊന്ന് എൻ്റെ സാധനങ്ങൾ വെച്ചായിരുന്നു. എന്നാലും ഞാൻ നിങ്ങളെ ഇപ്പോൾ നമ്മുടെ മുറിൻ്റെ വെളിയിലുള്ള ഭാഗത്തുനിന്ന് നടന്ന് മുറിക്ക് അകത്തോടെ പോയി മുറിയുടെ അകം കൂടെ ഒന്ന് പെട്ടെന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോറ് തുറന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ബെഡ് ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന് ഇങ്ങനെ ടിവിയും ടേബിളും അതുപോലെ തന്നെ മിറർ പ്ലസ് നമുക്ക് സാധനങ്ങൾ വെക്കാം ഇതിനകത്ത് ഇങ്ങനെ. പിന്നെ ഇവിടെ സൈഡിലുള്ള ബാത്റൂം ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഇവിടെ ബുക്കാറസ്റ്റിൽ താമസിക്കുന്ന നമ്മുടെ ഹോട്ടൽ മുറി. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ നമ്മുടെ റൊമേനിയൻ ട്രാവൽ വ്ളോഗിൻ്റെ പാർട്ട് 1 വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജർമ്മനിയിൽ നിന്ന് ഇവിടെ ബുക്കാറസ്റ്റ് വരെ വരുന്ന ഒരു യാത്രയാണ് നിങ്ങളെ പാർട്ട് 1 ആയിട്ട് കാണിച്ചത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ താമസിക്കുന്ന എൻ്റെ ഹോട്ടൽ മുറിയും. ഇന്നിപ്പോൾ നമ്മൾ ഒത്തിരി കാണിക്കുന്നില്ല. ഞാൻ വന്ന് എൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് വെച്ച് ഇന്ന് റെസ്റ്റ് ചെയ്യാൻ പോവാണ്. നാളെ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഇവിടെ അടുത്തുള്ള നമ്മൾ കുറച്ച് സ്ട്രീറ്റുകളും അതുപോലെ നല്ല സ്ഥലങ്ങളും കാണിക്കുന്നതായിരിക്കും. ഞാനിവിടെ ബുക്കാറസ്റ്റിൻ്റെ സെൻറ്ററിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറേ സ്ഥലങ്ങൾ അടുത്തുമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ എണ്ണീറ്റ് പോയി ഞാൻ വേറൊരു വീഡിയോ ചെയ്യും. അത് പാർട്ട് 2 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും അടുത്ത വ്ളോഗായിട്ട് കാണുന്നതും വരെ ഗുഡ് ബൈ.